വെൽക്കം ഡോക്ടർ പോൾ വി മാത്യു ദ ഹാബിറ്റ് ബിൽഡർ. ഇന്ന് ഗ്രെഗ് മക്കിയോൻ്റെ ഒരു പുസ്തകം പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. എസെൻഷ്യലിസം എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. ദ ഡിസിപ്ലിൻഡ് പെർസ്യൂട്ട് ഓഫ് ലെസ്. കുറച്ച് കാര്യങ്ങളെ പെർസ്യൂ ചെയ്തുകൊണ്ട് ഡിസിപ്ലിൻഡായി മുന്നോട്ട് പോയി എങ്ങനെ നമുക്ക് മുന്നേറുവാൻ സാധിക്കുമെന്നുള്ളതാണ് എസെൻഷ്യലിസം എന്ന് പറയുന്ന ഈ പുസ്തകത്തിൽ പറയുന്നത്. രണ്ട് തരത്തിലുള്ള ആളുകളാണുള്ളത്, എസെൻഷ്യലിസ്റ്റ് ആൻഡ് നോൺ എസെൻഷ്യലിസ്റ്റ്. പേര് പറയുമ്പോൾ തന്നെ ഒരുപക്ഷെ നിങ്ങൾക്ക് മനസ്സിലാവും. എസെൻഷ്യലായ കാര്യങ്ങൾ മാത്രം ചെയ്യുന്നവരും എസെൻഷ്യൽ അല്ലാത്തതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതുമായിട്ടുള്ള ആളുകൾ. എസെൻഷ്യലായ കാര്യങ്ങളെ കണ്ടെത്തുകയും അതിനെ ഡിസൈൻ ചെയ്യുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവർക്കാണ് ജീവിതത്തിൽ വലിയ വിജയങ്ങൾ കൊണ്ടുവരുവാൻ സാധിക്കുന്നത്. എന്നാൽ 90% ആളുകളും നോൺ എസെൻഷ്യലിസ്റ്റ് ആയിട്ടുള്ള ആളുകളാണ്. ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം ചെയ്യുന്നു, പക്ഷേ അതുകൊണ്ട് അവർ ജീവിതത്തിൽ വലിയ നേട്ടമൊന്നും ഉണ്ടാക്കുവാനായിട്ട് സാധിക്കുന്നില്ല. നമുക്കൊന്ന് ആലോചിക്കുവാൻ സാധിക്കും, ഒരു ദിവസത്തിൽ 24 മണിക്കൂർ ഉണ്ടെങ്കിൽ നാം എങ്ങനെയാണ് ആ സമയം ചെലവഴിക്കുന്നത്? എസെൻഷ്യലായ കാര്യത്തിന് വേണ്ടിയാണോ നോൺ എസെൻഷ്യലായ കാര്യത്തിന് വേണ്ടിയാണോ? ഇനി എസെൻഷ്യൽ എന്താണെന്നും നോൺ എസെൻഷ്യൽ എന്താണെന്നും നാം തീർച്ചയായും മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. എസെൻഷ്യൽ എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യത്തിലേക്ക്, നമ്മുടെ ജീവിതത്തിലെ പ്രയോറിറ്റിയിലേക്ക്, ഗോൾസിലേക്ക് നമ്മെ എത്തിച്ചേരുവാൻ സഹായിക്കുന്ന ഘടകങ്ങളാണ് എസെൻഷ്യലിസ്റ്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അത് ചെയ്യുന്നതാണ് എസെൻഷ്യലിസ്റ്റ് എന്ന് പറയുന്നത്. ചിന്തിച്ചു നോക്കുക, ഞാൻ ചെയ്യുന്ന കാര്യങ്ങളിൽ അധികവും എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തുവാനായിട്ട്, എൻ്റെ ജീവിതത്തിൻ്റെ ആഗ്രഹത്തിൻ്റെയും അല്ലെങ്കിൽ ലക്ഷ്യത്തിലേക്കും ഗോളിലേക്കും എത്താൻ സഹായിക്കുന്ന കാര്യമാണോ എന്നുള്ളത്. ഒത്തിരി കാര്യങ്ങൾ പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഒരു 5 കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ പുസ്തകത്തിലെ ആശയങ്ങൾ നിങ്ങളുടെ മുമ്പിൽ നിർത്തുകയാണ്. അൺഅവൈലബിൾ ആകാൻ സാധിക്കുക, ജീവിതത്തിൽ ബൗണ്ടറീസ് വയ്ക്കുവാനായിട്ട് സാധിക്കുക. ഒട്ടനവധി ആളുകൾക്കും ഉള്ള പ്രശ്നമാണ് അൺഅവൈലബിൾ ആകാൻ സാധിക്കുന്നില്ല, ബൗണ്ടറി സെറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. ആര് വിളിച്ചാലും എപ്പോൾ വിളിച്ചാലും ഞാൻ റെഡി എന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾ റെഡിയാക്കുകയാണ്. അപ്പോൾ സംഭവിക്കുന്നത് നമ്മുടെ കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള സമയം നമ്മൾ കണ്ടെത്തുവാൻ കഴിയാതെ വരുന്നു. ബൗണ്ടറീസ് സെറ്റ് ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് ആർക്കും എപ്പോഴും എന്തിനും നമ്മുടെ അടുത്ത് വരുവാനും എപ്പോഴും നാം അവൈലബിൾ ആണെന്നുള്ള തോന്നലുണ്ടാകുന്നതുകൊണ്ട് ഒരു പക്ഷേ അല്ല തീർച്ചയായും നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആകുകയും നമ്മുടെ പ്രയോറിറ്റീസിനെ നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കാതെയും പോകുന്നത് വളരെയധികം സാധ്യത കൂടുതലാണ്. രണ്ടാമത് വളരെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം നാം ശ്രദ്ധിക്കേണ്ടത് സെലക്റ്റീവ് ക്രൈറ്റീരിയ അല്ലെങ്കിൽ എലിമിനേറ്റ് അല്ലെങ്കിൽ എഡിറ്റ് എന്നാണ് ഗ്രെഗ് മക്കിയോൺ ഇതിനെക്കുറിച്ച് പറയുന്നത്. നാം വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ എഡിറ്റ് ചെയ്യാറുണ്ട്, ആവശ്യമില്ലാത്തതൊക്കെ നാം എഡിറ്റ് ചെയ്യാറുണ്ട്. അതുപോലെ നമ്മുടെ ജീവിതത്തിലും ആവശ്യമില്ലാത്തതിന് എഡിറ്റ് ചെയ്യുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ആവശ്യമുള്ളതിനെ മാത്രം സെലക്ട് ചെയ്ത് ചില പ്രത്യേക മാനദണ്ഡങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് ജീവിതത്തിലേക്ക് എടുക്കുവാൻ സാധിക്കുന്നുണ്ടോ? ആവശ്യമില്ലാത്തതിനെ എലിമിനേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? തീർച്ചയായും ചിന്തിക്കേണ്ടതാണ്. ഇപ്പോൾ നമ്മുടെ ഹാബിറ്റുകൾ ഏതെല്ലാമാണ്, ഇപ്പോൾ നാം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തെല്ലാമാണ്, അതിൽ ഏതെല്ലാമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ വിജയത്തിലേക്കും മുന്നേറ്റത്തിലേക്കും സഹായിക്കുന്നത്, അല്ലാത്തതിന് നമുക്ക് കളയുവാനായിട്ട് സാധിക്കുന്നുണ്ടോ? മൂന്നാമത്തെ കാര്യമാണ് സേ നോ പറയുവാനായിട്ട് സാധിക്കുന്നുണ്ടോ? എല്ലാത്തിനും എന്തിനും യെസ് പറയുവാനായിട്ട് നാം ശ്രമിക്കുന്നു. അങ്ങനെ യെസ് പറയുകയും ചെയ്യുന്നു, കമ്മിറ്റ് ചെയ്യുകയും ചെയ്യുന്നു, പക്ഷേ നമുക്ക് അത് ഡെലിവർ ചെയ്യാൻ സാധിക്കുന്നില്ല. നാം ഒരിക്കലും നോ പറയാത്തതുകൊണ്ട് നാം എപ്പോഴും യെസ് പറയുകയും കമ്മിറ്റ് ചെയ്യുകയും അത് നമുക്ക് സാധിക്കാതെ പോവുകയും ചെയ്യുകയാണ്. അപ്പോൾ നോ പറയേണ്ട സ്ഥലത്ത് നോ പറയുവാനായി നമുക്ക് എങ്ങനെ സാധിക്കും? അതിനെക്കുറിച്ച് പുസ്തകത്തിൽ ധാരാളമായി പറയുന്നുണ്ട്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പവർഫുൾ റൂട്ടീൻ ഉണ്ടായിരിക്കുക. റൂട്ടീൻ എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ചിന്താ വിഷയം തന്നെ ചേഞ്ച് യുവർ ഹാബിറ്റ് ചേഞ്ച് യുവർ ലൈഫ്സ്. ചെറിയ ശീലങ്ങളുടെ വലിയ വിജയം എന്നുള്ളതാണ്. ശക്തമായ ഹാബിറ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായും പ്രോപ്പർ റൂട്ടീൻ ഉണ്ടെങ്കിൽ തീർച്ചയായും നമുക്കറിയുവാൻ സാധിക്കും വേർ മൈ ടൈം ഗോസ്. എൻ്റെ സമയം എവിടെയാണ് പോകുന്നതെന്ന് എനിക്കറിയുവാൻ സാധിക്കും. എൻ്റെ സമയം ക്ലിപ്തമായും കൃത്യമായും ഞാൻ എവിടെയാണ് അലോക്കേറ്റ് ചെയ്തേക്കുന്നതെന്ന് എനിക്കറിയാം. അതിലപ്പുറം ഞാനൊന്നും ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ പവർഫുള്ളായിട്ടുള്ള റൂട്ടീൻ വളരെ ആവശ്യമാണെന്ന് പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഒട്ടനവധി എക്സ്പെരിമെൻറ്റുകളെല്ലാം നിർത്തിയാണ് ഈ കാര്യങ്ങളെല്ലാം പ്രസ്താവിക്കുന്നത്. അതിൽ വളരെ നല്ല എക്സ്പെരിമെൻറ്റിൽ കൂടെ പറയുന്ന ഒരു കാര്യമാണ് സ്ലീപ്പ്. നമ്മുടെ സ്ലീപ്പ് എത്രമാത്രം ഉണ്ട് എന്നുള്ളത് തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. എസെൻഷ്യൽ ആയിട്ടുള്ളൊരു കാര്യമാണ് ഉറക്കം എന്നുള്ളത്. അപ്പോൾ ഉറക്കത്തെ കെടുത്തുന്ന നോൺ എസെൻഷ്യലായ ഒത്തിരി കാര്യങ്ങളുണ്ടാകും. പലർക്കും 8 to 9 മണിക്കൂർ ഉറങ്ങുവാൻ സാധിക്കുന്നില്ല, കാരണം എസെൻഷ്യൽ അല്ലാത്ത പല കാര്യങ്ങൾ ചെയ്യും. എന്നാൽ ഉറക്കം എന്ന് പറയുന്നത് നമ്മുടെ റൂട്ടീൻ്റെ ഭാഗമാണ്, ഏറ്റവും എസെൻഷ്യലായ ഒരു കാര്യം കൂടിയാണ് എന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഈ 5 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നാം മനസ്സിലാക്കേണ്ടിയിരിക്കേണ്ടത്. അത് തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ വലിയ മുന്നേറ്റവും വിജയവും നമുക്ക് നേടുവാൻ സാധിക്കുമെന്നുള്ള കാര്യമാണ് ഈ എസെൻഷ്യലിസം എന്ന് പറയുന്ന പുസ്തകത്തിലൂടെ, ദ ഡിസിപ്ലിൻഡ് പർസ്യൂട്ട് ഓഫ് ലെസ് എന്ന പുസ്തകത്തിലൂടെ ഗ്രെഗ് മക്കിയോ നമ്മോട് പറഞ്ഞു വയ്ക്കുന്നത്. നിങ്ങൾക്ക് അതിന് സാധിക്കട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ്.